തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമ്പ്രദായം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ചത് ശരി. ഈ ജനമാത്രം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എല്ലാവരുടെ ഹൃദയങ്ങളിൽ ദൂരെ തകർന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളാൽ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. യേശു കർത്താവ് ശാസ്ത്രിമാരെയും പരീശന്മാരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നത്, Christ is criticizing reinterpretation and debasement of the law by the scribes and Pharisees, who viewed oral tradition as more authoritative than the written law of theology. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ എഴുതപ്പെട്ട നിയമത്തെക്കാൾ മറ്റു പലത് പറഞ്ഞവർ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും യേശുവിൻ്റെ കൂടെയുള്ളവരെയും മാറ്റുവാൻ ശ്രമിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സമ്പ്രദായം യേശു വിഭാവനം ചെയ്തത് ക്രിസ്തുവിൻ്റേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുക. ലോകത്തിൻ്റേതുണ്ട്, മാനുഷികമായ ചിലതുണ്ട്, അതൊക്കെ കേൾക്കാൻ സുഖമുള്ളതാണ്. എന്നാൽ യേശു പറഞ്ഞ കാര്യം ചെയ്യുവാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ പക്ഷത്ത് യേശു വിഭാവനം ചെയ്തത് വെറും ശാസ്ത്രീയതയും പരീക്ഷൻ്റെയും മനോഭാവം കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മനോഭാവം വരുമ്പോൾ മാത്രമേ രൂപാന്തരം സംഭവിക്കുകയുള്ളൂ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഓർഫേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു കാണിച്ചതായിട്ടുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ സമ്പ്രദായം ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.